നമസ്കാരം. ഓ ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 4-ലെ 30 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇനിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത അർത്ഥമൊന്ന് നോക്കാം. ശ്ലോകം 30 ഇനി ചൊല്ലേണ്ടത്. അപ്പോൾ മൂർച്ചയുള്ള ആയുധങ്ങളാലോ മറ്റേതെങ്കിലും പ്രകാരത്തിലോ വിരാധനെ കൊല്ലാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ രാമലക്ഷ്മണന്മാർ ഒരു വലിയ കുഴി വിരാധൻ്റെ സമീപം കുഴിച്ച് അതിലേക്കിപ്പോൾ വിരാധനെ തള്ളി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ശ്ലോകം 31. സ്വയം വിരാധേന ഹി മൃത്യുമാത്മനഃ പ്രസസ്യ രാമേണ യഥാർത്ഥമീപ്സിതഃ നിവേദിത കാനനചാരിണാ സ്വയം നമേവധ ശസ്തകൃതോ ഭവേദിതി. ശ്ലോകം 31-ൻ്റെ അർത്ഥം: വിരാധൻ സ്വന്തം മരണം രാമൻ്റെ കൈകൊണ്ട് വേണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചതുകൊണ്ടാണ് ആ വനചരൻ ഞാൻ തന്നെയാണ്, എനിക്ക് ആയുധം കൊണ്ടുള്ള മരണം ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചത്. ശ്ലോകം 32. തദേവ രാമേണ നിശമ്യ ഭാഷിതം കൃതാമതിസ്തസ്യ ബിലപ്രവേശനെ ബിലം ച തേനാദിബലേന രാക്ഷസ പ്രവേശ്യമാനേന വനം വിനാദിതം. അങ്ങനെ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് അവനെ കുഴിയിൽ തള്ളുന്നതിനുള്ള തീരുമാനം രാമൻ എടുത്തതും. രാമൻ അവനെ തള്ളിയപ്പോൾ മഹാബലനായ രാക്ഷസനാലുണ്ടായ ശബ്ദം ആ വനത്തിലെവിടെയും മുഴങ്ങിക്കേട്ടു. ശ്ലോകം 33. പ്രഹൃഷ്ടരൂപാ വിവരാമലക്ഷ്മണൗ വിരാധമൂർവ്യാം പ്രതരേ നിവാത്യതം നന്ദദുർവീതഭയോ മഹാവനെ ശിലാഭിരന്തർദധതുച്ഛരാക്ഷസം. നിലത്തുള്ള കുഴിയിലേക്ക് വിരാധനെ തള്ളിയിട്ട ശേഷം രാമലക്ഷ്മണന്മാർ വീതഭയരായി ആനന്ദിച്ചു. കല്ലുകൾ കൊണ്ട് രാക്ഷസനെ മൂടുകയും ചെയ്തു. ശ്ലോകം 34. തതസ്തുതൗ കാഞ്ചനചിത്രകാർമുകൗ നിഹത്യ രക്ഷപരിഗൃഹ്യ മൈഥിലീം വിജഹ്രതുസ്തൗ മുദിതൗ മഹാവനെ ദിവിസ്ഥിതൗ ചന്ദ്രദിവാകരാവിവ. 34-ാമത്തെ ശ്ലോകം 4-ാമത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. അർത്ഥം: പിന്നെ കാഞ്ചനാലങ്കൃതമായ വില്ലുകളേന്തിയ അവർ രക്ഷസിനെ നിഹനം ചെയ്തതിൽ സന്തുഷ്ടരായി മൈഥിലിയെയും കൂട്ടി ആകാശത്തിൽ സൂര്യചന്ദ്രന്മാരെന്ന പോലെ വനത്തിൽ വിഹരിച്ചു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.